വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വൈകിട്ട് പരിപാടിയുടെ ഇടവക ദിനം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ രംഗപൂജയാണ്. രംഗപൂജ കഴിഞ്ഞിട്ട് നമ്മുടെ പൊതുസമ്മേളനം, അതിനുശേഷമാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. ഓക്കെ, എല്ലാ യൂണിറ്റിൽ നിന്നുള്ള ഓരോ പ്രോഗ്രാംസാണ്. അപ്പോൾ രംഗപൂജയ്ക്ക് തലകെട്ടി കിടക്കുന്നതൊക്കെ നമ്മളാണ്. എങ്ങനെയാണ് നിങ്ങൾ ഒപ്പീനിയൻ പറയാം. പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇവിടെ ഒരു കയറാൻ പോണ് 6 മണിക്ക് തുടങ്ങും. ഓക്കെ, നമ്മുടെ പ്രയർ ഡാൻസ് ഇതാണ് നമ്മുടെ ടീം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നന്നായി കളിക്കുക, അടിച്ചു പിടിക്കാൻ പറയില്ലേ, കാരണം പ്രയർ ഡാൻസ് ആണല്ലോ, ഒത്തിരി ഇത് കൊടുക്കണല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് പ്രയർ ഡാൻസ് ഒക്കെ ആക്കാം. അപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഈ ഭാവി നമ്മുടെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ എന്താ ഡാൻസ് ആണോ? എപ്പോഴാണ്? എത്രാമത്തെ ഡാൻസാ? 7ാമത്തെ. അപ്പോൾ അടിപൊളിയായിട്ട് കളിച്ചോളട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പറ. 33കാരനായ വള്ളക്കാരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങളുടെ തീസന്ധ്യ ആരംഭിക്കാം. നമ്മളിതേ ഇപ്പോൾ അവിടെ പ്രയർ ഡാൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും അവരവരുടെ പരിപാടിയുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴാണ് ഞാൻ പോണ വഴിക്ക് ഇവരെ കണ്ടത്. നല്ല സുന്ദരികളായിട്ട് ഇവിടെ നിൽക്കണ കണ്ട്. ഇവരെന്താണ് നമ്മുടെ മാതൃസംഘമാണ്. ഇവർ അടിപൊളി പാട്ടല്ല പാടുന്നത്. എന്തോ നിങ്ങളുടെ പ്രോഗ്രാം? പാട്ടാണ്. എങ്ങനെ? സിനിമ പാട്ട്? പഴയ സിനിമ പാട്ട്. അപ്പോൾ അടിപൊളിയായിരിക്കില്ലേ? അത് ഓക്കെ ഓക്കെ. അപ്പോൾ കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഞാൻ വീട്ടിൽ പോയി റെഡി ആയിട്ടൊക്കെ വന്നപ്പോഴേക്കും ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ അമ്മമാരെയൊക്കെ കണ്ട്. അമ്മമാരെന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അടി വീഴും, ഞാൻ അങ്ങനെ പറയണില്ല. ഓക്കെ, അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവരുടെ പെർഫോമൻസ് എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റില്ല. ചെറുപ്പം മുതൽ പിന്നെ നല്ലൊരു സുന്ദരിയോടെ വേറെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അമ്മമാര് ആയിട്ട്, പക്ഷെ എന്തോരം മേക്കപ്പ് ചെയ്തിട്ടും അമ്മാമ്മയുടെ ആയിട്ടില്ല. ഇവരെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ല. ചട്ടിമുണ്ടൊക്കെ എടുത്ത് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ന്യൂജനായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാം എന്താ? കണ്ടറിയാനാണ് ഇവിടെ പറയണത്. അപ്പൊ അടിപൊളിയാക്കല്ലേ, പൊളിക്കുക. ഞാൻ അവിടെ കുറച്ച് അമ്മമാരെ കണ്ട് തിരിച്ചു വന്നപ്പോണ്ട് ഇവിടത്തെ കുറച്ച് ന്യൂജൻ ഫ്രീക്ക്. അപ്പൊ എന്താണ് പ്രോഗ്രാം? എന്താ? സ്കിറ്റാണ്. അപ്പൊ ഓക്കെയാണോ? ആരോഗ്യമൊക്കെ നോക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങളെന്താ ഡാൻസിനോ? അതെ, ഇവരുടെ ഡാൻസിന്റെ ഗിൽറ്റൊക്കെ ഇട്ട് തിളങ്ങണ്. ഓക്കെ, അപ്പൊ അടിപൊളിയാക്ക, തകർക്ക. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ വഴിക്കൂടെ പോയപ്പോൾ അടുത്തത് കണ്ടുമുട്ടിയിരിക്കുന്നു. അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത്. നിങ്ങൾ ഏത് സ്ഥലത്തുനിന്ന് വരുന്നത്? നമ്മുടെ കേരളത്തിലുള്ളവർ അല്ലെന്ന് തോന്നുന്നുണ്ട്. കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് കയ്യിൽ കോലൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് കോൽക്കളി അല്ലെന്ന് തോന്നണം. എന്താ നിങ്ങളുടെ കളി? എന്താ? കോൽക്കളി ഉണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഫ്രീക്ക് കുറച്ച് പിള്ളേരുകളൊക്കെ ഉണ്ട്. പവറൊക്കെ വരട്ടെ. എന്താ നിങ്ങളുടെ പരിപാടി? എന്താ? ഓക്കെ, അപ്പോ അടിപൊളിയാക്ക. ഓൾ ദി വെരി ബെസ്റ്റ്. പൊളിക്കില്ലേ? എന്താ ഒരു ഷാറില്ലല്ലേ? പറ, പൊളിക്കില്ലേ? ഇപ്പതേ വേറെ നല്ല കുറച്ച് സുന്ദരീസിനെ കിട്ടിയിട്ടുണ്ട്. എന്താ ഇവിടുന്ന് വരണവരേക്ക് മനസ്സിലാവണല്ലോ. എന്താ ഇവിടുന്ന് എന്താ സംഭവം? നിങ്ങളുടെ പരിപാടി എന്താ? ഒരു നാടൻപാട്ടുമായി വന്നതാണ്. ഓ മൈ ഗോഡ്, ഭയങ്കര. നമ്മൾ നാടൻപാട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഊഹിക്കാം മറ്റേ കള്ളിമുണ്ട് അല്ല, അത് മറ്റേ കോസ്റ്റ്യൂം, കള്ളിമുണ്ട്, തോർത്തുമുണ്ടൊക്കെ എടുത്ത് അങ്ങനത്തെ ഐറ്റംസ്. പക്ഷെ നല്ല വെറൈറ്റി കോസ്റ്റ്യൂം ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയണേ. അപ്പോൾ അടിപൊളിയാക്കാം, തകർക്കാം. പൊളിയല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇപ്പൊ ഇതിൽ കൂടെ പോയി നമ്മുടെ പള്ളിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ചേട്ടന്മാരെ കണ്ട്. ഇവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതെന്താണ്? നിങ്ങൾക്ക് എന്താണ് ഇവിടെ പരിപാടി ഉണ്ടോ? അതെ, ചട്ടിക്കലം മാത്രം കേട്ടിട്ട് വന്നേക്കണേ. ഓക്കെ. ഇതിപ്പോ ചേട്ടന്മാരല്ല, ചേച്ചിമാരാണ്. കണ്ടതിനും പക്ക ചേട്ടന്മാരുടെ ഫ്രീക്ക് ലുക്കായിട്ടാണ് വന്നത്. എന്താണ് പ്രോഗ്രാം? എന്താ? ഓ, അപ്പൊ അത് പൊളിക്കും മക്കളെ. അപ്പൊ ഓക്കെ, അപ്പൊ പരിപാടി അടിപൊളിയാക്കാം, ഉഷാറാക്ക. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, തകർക്ക. ഒരു വെറൈറ്റി പ്രോഗ്രാം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എത്രാമത്തെ പ്രോഗ്രാം? ഓക്കെ, അപ്പൊ ഇപ്പൊ അവിടെ ഓൾറെഡി തുടങ്ങി. അപ്പൊ ഇനിയിപ്പോ അടിപൊളിയാക്കാം, സെറ്റാക്കാം. നമ്മുടെ പരിപാടിക്ക് അടിപൊളിയായിരുന്നു, വേറെ ലെവലായിരുന്നു. സാധാരണ കഴിഞ്ഞ പ്രാവശ്യത്തെ കളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഡിജെക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ.